ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 25-ാം തീയതി 360-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് ക്രിസ്തുമസ് പെരുന്നാൾ ദിനമാണ്. ഈ ആണ്ട് തീരാൻ ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ എന്ന് കുറച്ചൊക്കെ വേദനയോടും അതിലപ്പുറത്ത് കുറച്ച് ആഹ്ലാദത്തോടും ഓർത്തു പോകുന്നുമുണ്ട്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ വലിയ ഓർമ്മയാണ് ക്രിസ്തുമസ്. ദൈവം ഭൂമിയെ എത്രമാത്രം സ്നേഹിച്ചു എന്നതിൻ്റെ വ്യക്തമായ ദൃശ്യമായ തെളിവും അനുഭവവും ആണല്ലോ ഇത്. ദൈവം ഭൂമിയെ സ്നേഹിച്ചു എന്നതിൻ്റെ അർത്ഥം മനുഷ്യനുൾപ്പെടെ സകലത്തിന് പ്രിയപ്പെട്ടതായി വിലപ്പെട്ടതായി അവിടുന്ന് കണ്ടു എന്നാണല്ലോ. സ്വന്തം ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മാനവജാതിയോടുള്ള ദൈവത്തിൻ്റെ അളക്കാനാവാത്ത അടക്കാനാവാത്ത സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രകടനവും പ്രദർശനവുമാണ് ഈ തിരുജനന പിറവി. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതെ, ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നുണ്ട്. നല്ലൊരു ലോകത്തെ എത്രയോ കാലമായി നമ്മളിങ്ങനെ ക്രൂരമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് ഇണങ്ങുന്ന ഒരു ഇടമായി നമ്മൾ ഓരോരുത്തരും വസിക്കുന്ന സ്ഥലത്തെ രൂപാന്തരപ്പെടുത്തേണ്ടതാണ്. ക്രിസ്തുമസ് പെരുന്നാൾ അതിനുമുള്ളൊരു ക്ഷണമാണ്. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലം തീർന്നതിൻ്റെ ഓർമ്മ കൂടിയല്ലേ ക്രിസ്തുമസ്. കുറച്ചുകൂടി മനുഷ്യത്വമുള്ള ഭാഷയിൽ മനുഷ്യർക്ക് വേഗം പിടികിട്ടുന്ന വിധത്തിൽ പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലം തീർത്തതിൻ്റെ ദിനമാണ് ക്രിസ്തുമസ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലമോ, അങ്ങനെ അകലമുണ്ടെങ്കിൽ അത് ദൈവമായിട്ട് വരുത്തി വെച്ചതല്ല എന്ന് ഏതൊരു മനുഷ്യനും വേഗം കണ്ടെത്താവുന്നതാണ്. മനുഷ്യനായി സ്വയം വരുത്തി വെച്ചതാണ്. ദൈവത്തെ ഇട്ടേച്ച് അകലത്തേക്ക് ഓടിപ്പോയത് മനുഷ്യനാണ്. ആ യോന പ്രവാചകനെ വെറുതെ നോർത്താലും സംഭവം ഇണങ്ങി വരുന്നുണ്ട്. നിനവയിലേക്ക് നീ പോകുക എന്ന നിയോഗത്തിന്റെ ദൈവശബ്ദത്തെ അദ്ദേഹം എത്രമാത്രം ഭംഗിയായിട്ടാണ് മറികടക്കുന്നത്. ഇല്ല, എനിക്ക് തർശീസിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ദൈവം മനുഷ്യ അകലം തീർന്നതിൻ്റെ ഓർമ്മ നമ്മളൊക്കെ ഈ കോവിഡിൻ്റെ ഇടയിലും എത്രമാത്രം ആഘോഷമായിട്ടാണ് കൊണ്ടാടുന്നത്. അതിൻ്റെ കുറെ നാളത്തെ ഒരുക്കങ്ങളുടെ ഒരു സമാപ്തിയുടെ നേരത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അവൻ നമ്മോട് കൂടെ ഉണ്ടോ എന്നൊരു അന്വേഷണത്തിന് കൂടി അല്പം സമയം മാറ്റിവെക്കണം. ഇമ്മാനുവേൽ അവൻ നമ്മോട് കൂടെ എന്നാണല്ലോ ആ ഒരു പേരിൻ്റെ അർത്ഥം. അങ്ങനെ ദൈവം നമ്മളോട് ഒപ്പമുണ്ടോ? അങ്ങനെ ദൈവവുമായിട്ടുള്ള നമ്മളുടെ അകലമൊക്കെ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ടോ? അടുപ്പം കൂടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ മനുഷ്യരും തമ്മിലുള്ള ആ അടുപ്പത്തെക്കുറിച്ചും ഇപ്പോൾ എങ്ങനെയൊക്കെയോ വന്നു ഭവിച്ച അകലങ്ങളെക്കുറിച്ചും ഒന്ന് ധ്യാനിക്കണ്ടേ? കുറച്ചുകൂടി കരുണ പുലർത്താനായിട്ട് അവനവനോടും അവരനോടുമൊക്കെ കരുണ പുലർത്താനായിട്ട് കൂടി ഒരു ക്ഷണമുണ്ട്. ഒരു കുഞ്ഞു സംഭവമുണ്ട്. സ്പെഷ്യൽ ഐസ്ക്രീമിന് വലിയ വിലയില്ലാതിരുന്ന കാലത്ത് 10 വയസ്സുള്ള ബാലൻ ഒരു കോഫി ഷോപ്പിൽ കയറി
ഒരു മേശയ്ക്ക് അരികിലിരുന്നു. പരിചാരിക ഒരു സ്ത്രീയായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം മേശമേൽ കൊണ്ടുവച്ചു. ആ പയ്യൻ ചോദിച്ചു, സ്പെഷ്യൽ ഐസ്ക്രീമിന് എന്ത് വിലയാണ്? കഥ അല്ലെങ്കിൽ സംഭവം അമേരിക്കൻ ഡോളറിലൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത്. എളുപ്പത്തിന് ഞാനിത് ഇന്ത്യൻ രൂപയാക്കുകയാണ്. സ്പെഷ്യൽ ഐസ്ക്രീമിന് 100 രൂപയാണ്. പരിചാരിക മറുപടി നൽകി. ആ ചെറുക്കൻ തൻ്റെ പോക്കറ്റിൽ നാണയങ്ങളും നോട്ടുകളും ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തി. അവൻ്റെ മുഖത്ത് ചെറിയൊരു മങ്ങലുണ്ടായി. വീണ്ടും അവൻ ആ പരിചാരികയോട് ചോദിച്ചു, സാധാരണ ഐസ്ക്രീമിനോ? അപ്പോൾ അവൾ പറഞ്ഞു, 60 രൂപ. കുറച്ച് ആളുകളൊക്കെ ആ കോഫി ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇരിപ്പിടവും മേശയും ഒക്കെ കിട്ടാനായിട്ട് അവരിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പരിചാരികയ്ക്കാവട്ടെ ഈ ദാരിദ്ര്യം പിടിച്ച ബാലനോട് കുറച്ച് നീരസവും ഇഷ്ടക്കേടുമൊക്കെ തോന്നാനും തുടങ്ങി. ആ ബാലൻ വീണ്ടും പോക്കറ്റിലെ നാണയങ്ങളും നോട്ടുകളൊക്കെ എണ്ണിത്തിട്ടപ്പെടുത്തി. എന്നിട്ട് പതുക്കെ പറഞ്ഞു, എനിക്കൊരു സാധാരണ ഐസ്ക്രീം വേണം. പരിചാരിക ഐസ്ക്രീമും അതോടൊപ്പം ബില്ലും കൊണ്ടുവച്ചു. ബാലൻ കഴിച്ച് ക്യാഷ് കൗണ്ടറിൽ പണമടച്ച് ഇറങ്ങിപ്പോയി. പിന്നീട് ടേബിൾ വൃത്തിയാക്കാനായിട്ട് പരിചാരിക എത്തിയപ്പോൾ ആ ഒഴിഞ്ഞ ഐസ്ക്രീം പാത്രത്തിന്റെ ചോട്ടില് 25 രൂപ ഭംഗിയായി അടുക്കി വെച്ചിരുന്നു. അത് അവൾക്കുള്ള അവന്റെ ടിപ്പായിരുന്നു. പെട്ടെന്ന് ഈ കഥ ഇണങ്ങണമെന്നില്ല. ഒന്ന് രണ്ട് വട്ടം ഒന്ന് കേൾക്കാനായിട്ട് ഈ നല്ല ക്രിസ്തുമസിന്റെ ദിനത്തില് ഏതൊരാളും കുറച്ചുകൂടി ധൈര്യം കാണിക്കണം. അവനും ഒരു സ്പെഷ്യൽ ഐസ്ക്രീം കഴിക്കാമായിരുന്നു. ആകെ അവൻ്റെ കയ്യിൽ 100 രൂപയും ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്താൽ തന്നെ പരിചരിച്ച സ്ത്രീക്ക് ഒരു ചെറിയ ടിപ്പ് കൊടുക്കാനായിട്ട് തികയില്ല എന്നുള്ള ഒരു ഉറപ്പിലും നിഗമനത്തിലും അവൻ്റെ ആഗ്രഹത്തെ കുറച്ചും കൂടി പരിമിതപ്പെടുത്തുകയാണ്. മനുഷ്യത്വത്തിലേക്കും കരുണയിലേക്കും അവനവനെ പോലെ അപരനെ കാണാനുള്ള ഒരു യേശു മെഴികളിലേക്കും നമുക്ക് ഈ നല്ല പുലരിയിൽ ക്രിസ്തുമസ് പെരുന്നാളിൻ്റെ നല്ല ദിനത്തിൽ ഒരു പുതിയ യാത്ര ആരംഭിച്ചാലോ? ആമേൻ.